രാജ്യസഭയിലും വലിയ പ്രതിഷേധം. ജോൺ ബ്രിട്ടാസ് എം പി അടക്കമുള്ള ഇടത് എംപിമാരുടെ വലിയ പ്രതിഷേധമാണ് രാജ്യസഭയിലും ഉണ്ടായത്. പക്ഷേ തീർച്ചയായിട്ടും രാജ്യസഭയിലും ലോക്സഭയിലും വലിയ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നത്. അതിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഇരു സഭകളിലും പ്രസ്താവന നടത്തണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത്. കാരണം വിദ്യാർത്ഥികൾക്കെതിരെ അതിക്രൂരമായിട്ടുള്ള നടപടി ഉണ്ടാകുമ്പോൾ അതിൽ വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് ഗണ്ണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉപയോഗിച്ചിരുന്നു. അതോടൊപ്പമാണ് ബീഹാറിൽ AK-47 വിദ്യാർത്ഥികൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇരു സഭകളിലും അടിയന്തരമായി പ്രസ്താവന നടത്തണമെന്ന ഒരു ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനു പുറമെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്ന പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് NDA സ്ക്രാപ്പ് ചെയ്യുക എന്നതാണ്. കാരണം NDA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി യാതൊരു വിശ്വാസ്യതയുമില്ലാത്ത സ്ഥാപനമാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ ഏകദേശം 152 തവണയാണ് ചോദ്യപേപ്പറുകൾ ചോർന്നത്. അപ്പോൾ ഇത്രത്തോളം വിശ്വാസ്യത ഇല്ലാത്ത സ്ഥാപനം അത് പിരിച്ചുവിടണമെന്ന ശക്തമായിട്ടുള്ള ആവശ്യം പ്രതിപക്ഷം ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇതിനു പുറമെ നീറ്റ് സംവിധാനം തന്നെ ഇല്ലാതാക്കണമെന്ന ഒരാവശ്യം കൂടി എന്തായാലും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്ന് ഇരു സഭകളിലും അരങ്ങേറിയത്. തുടക്കത്തിൽ 11 മണിക്ക് സഭ ചേർന്നപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് 12 മണി വരെ സഭ നിർത്തിവെക്കുകയും 12 മണിക്ക് വീണ്ടും പ്രതിപക്ഷം ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ ഇപ്പോൾ രാജ്യസഭയിൽ ലോക്സഭയിൽ 2 മണി വരെയാണ് നിർത്തിവെച്ചിരിക്കുന്നത്. എന്തായാലും ലോക്സഭയിൽ ശക്തമായിട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് ലോക്സഭയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജിതേന്ദ്ര സിംഗ് ആണ് സഭയിൽ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തത്. ബില്ലിൽ പ്രധാനമായിട്ടും വ്യവസ്ഥ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് 3 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണം. അതോടൊപ്പം തന്നെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് 10 വർഷം തടവ് ശിക്ഷയും 10 കോടി രൂപ പിഴയും വ്യവസ്ഥ ചെയ്യുന്നതാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ ചോദ്യപേപ്പർ ചോർച്ച തടയൽ ബില്ലെന്ന് പറയുന്നത് അത് എന്തായാലും അതിശക്തമായിട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 2 മണിക്ക് സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ ഈ ബില്ലിൽ ചർച്ച നടക്കുമെന്നതാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചിരിക്കുന്നത്. അക്ഷയ്.